അധികം താമസിക്കാതെ ഹീറോയിൻ ഇരിക്കുന്ന കണ്ടെയ്നർ ഹാർബറിൽ എത്തുകയും അവിടെ നിന്ന് അതിനെ ഷിപ്പിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുകയും ചെയ്യുന്നു. കണ്ടെയ്നറിലെ ഹോള് വഴി ഹീറോയിൻ എല്ലാം വാച്ച് ചെയ്തുകൊണ്ട് തന്നെയാണ് ഇരിക്കുന്നത്. ഹീറോയിൻ തന്റെ ഭർത്താവിനെ വിളിക്കാൻ നോക്കിയിട്ട് കോള് പോകുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ കാര്യങ്ങളൊക്കെ വിവരിച്ചുകൊണ്ട് അവൾ വോയിസ് നോട്ട് അയക്കുന്നു. ട്രക്കിനുള്ളിൽ നിന്നും ഹീറോയിന് മറ്റാരുടെയോ ഒരു ബാഗ് ലഭിക്കുന്നു. ഒരു ലൈറ്റ്, ഫോണ്, കുറച്ച് വെള്ളം, പിന്നെ ഒരു ഡ്രില്ലിംഗ് മെഷീൻ, ഇത്രയുമായിരുന്നു ആ ബാഗിലുണ്ടായിരുന്നത്. ഷിപ്പ് പതിയെ മൂവായി തുടങ്ങിയിരിക്കുന്നു. ഹീറോയിൻ ആണെങ്കിൽ നല്ലപോലെ പേടിയാകാനും തുടങ്ങി. ഭർത്താവിന്റെ പക്കൽ നിന്നും ഇതുവരെ കോളോ മെസ്സേജോ യാതൊന്നും വന്നതുമില്ല. കുറച്ചധികം സമയങ്ങൾക്ക് ശേഷം ഹീറോയിന്റെ കണ്ടെയ്നർ വല്ലാണ്ട് ആടി ഉലയാൻ തുടങ്ങി. അതിന് കാരണം മറ്റൊന്നുമല്ല, പുറത്ത് നല്ല കാറ്റും മഴയുമായിരുന്നു. ഹീറോയിൻ ആ കണ്ടെയ്നറിനുള്ളിലെ ഹോളിലൂടെ നോക്കി പുറത്തുള്ളവരോട് രക്ഷിക്കണമെന്ന് പറഞ്ഞ സഹായം അഭ്യർത്ഥിക്കുന്നു. അവര് രക്ഷിക്കാനൊക്കെ ആയിട്ട് വരുന്നുണ്ടെങ്കിലും കാറ്റും മഴയും കൂടിയതോടെ ഷിപ്പിലെ കുറെ അധികം കണ്ടെയ്നറുകൾ കടലിലേക്ക് വീഴുന്നു. കടലിലേക്ക് വീണ കണ്ടെയ്നറുകളിൽ ഒന്ന് നമ്മുടെ ഹീറോയിന്റേതായിരുന്നു. വീഴ്ചയിലെ ബോധം കെട്ടുപോ